വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ CPM നടപടി. കുഞ്ഞികൃഷ്ണനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിരിച്ച പണത്തിന് കൃത്യമായ കണക്കുണ്ടെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ജില്ലാ സെക്രട്ടറി. രാഗേഷിന്റെ വിശദീകരണം കേട്ട് ചിരി വരുന്നെന്ന് വി കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചാഘോഷിച്ച CPIM പ്രവർത്തകർ. SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയ NSS. തീരുമാനം NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. സമദൂര നിലപാടിൽ നിന്ന് വ്യതിചലിക്കാനില്ലെന്ന യോഗം. ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. പിന്നീട് പ്രതികരിക്കാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവികളും ആദരമർപ്പിച്ചു. കർത്തവ്യപഥത്തിലെത്തിയ അഭിവാദ്യം സ്വീകരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ചടങ്ങിൽ. രാജ്യത്തിന്റെ സംസ്കാരവും സൈനിക ശക്തിയും വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ്. ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും പ്രമേയമാക്കി കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. വിപുലമായ ആഘോഷങ്ങൾ ഒരുക്കി സംസ്ഥാനവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പതാക ഉയർത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മേയറും ചടങ്ങിൽ. വിവിധ ജില്ലകളിൽ പതാക ഉയർത്തി മന്ത്രിമാർ. VS അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരം കുടുംബം സ്വീകരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് CPIM. പാർട്ടി കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. പുരസ്കാരത്തിൽ കുടുംബം സന്തോഷം അറിയിച്ചിട്ടുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. പുരസ്കാരം സ്വീകരിക്കുന്നതിൽ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് VSന്റെ മകൻ അരുൺകുമാർ. പത്മഭൂഷൺ പുരസ്കാര നേട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അഭിനന്ദിച്ച VD സതീശൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ED നടപടികൾ വേഗത്തിലാക്കുന്നു. പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ EDക്ക് കൈമാറാൻ SIT. സാക്ഷിമൊഴികളുടെ വിശദാംശങ്ങളും കൈമാറും. ED ഉദ്യോഗസ്ഥർ നാളെ SIT ആസ്ഥാനത്തെത്തും. SIT അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്യാനും നീക്കം. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു. നാളെ സൂചനാ സമരത്തിന്റെ ഭാഗമായി OP ബഹിഷ്കരിക്കും. സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തും. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് KGMCTA. OPക്ക് പുറമെ അധ്യാപന ജോലിയും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിക്കുമെന്നും മുന്നറിയിപ്പ്. സമരം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പരിഹരിക്കലടക്കം ആവശ്യപ്പെട്ട്. വിശദമായ വാർത്തകളിലേക്കാണ്. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടറി തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റി യോഗം അംഗീകാരം നൽകി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ചെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമാണ് കുഞ്ഞികൃഷ്ണനെന്നും KK രാഗേഷ് പറഞ്ഞു.
അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. പയ്യന്നൂരിലെ പാർട്ടി ഒരുപാട് ചരിത്രമുള്ള പാർട്ടിയാണ്. പയ്യന്നൂരിലെ പാർട്ടി ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള മഹാപോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് പയ്യന്നൂരിലെ പാർട്ടിയെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. വളരെ കൃത്യമായ സുദൃഢമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി. അവിടെയുള്ള ബഹുജനങ്ങളും ആ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴ് വിഭാഗീയ താല്പര്യം വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങളെ വക്രീകരിച്ച് തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പാർട്ടിക്കെതിരായി നേരത്തെ ഒളിഞ്ഞായിരുന്നുവെങ്കിൽ ഇപ്പൊ തെളിഞ്ഞ് പാർട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ. ഇത് പാർട്ടി ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെയും കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടി എന്ന് ബന്ധപ്പെട്ടവര് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പാർട്ടി നടപടിക്ക് പിന്നാലെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കുഞ്ഞികൃഷ്ണൻ. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി പുതുതായി ഒന്നും പറഞ്ഞില്ല. കെ രാഗേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് കണക്ക് എന്തുകൊണ്ട് 2021 സമ്മേളനത്തിൽ അവതരിപ്പിച്ചില്ലെന്നും കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. മധുസൂദൻ MLA ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച CPM പ്രവർത്തകർ വർഗവഞ്ചകൻ എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. ഇതിന് പിന്നാലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. മധുസൂദൻ MLA ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും വീണ്ടും പോസ്റ്ററുകൾ. കുഞ്ഞികൃഷ്ണനെ എതിർത്തുകൊണ്ട് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ ഒറ്റുകാർക്ക് മാപ്പില്ല, കടക്ക് പുറത്ത് എന്ന വാചകമുള്ള പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. മധുസൂദൻ MLAയുടെ തട്ടകമായ അന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട്, ഇനിയും മുന്നോട്ടെന്നാണ് പോസ്റ്ററിലെ വാചകം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഫോട്ടോയും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ അവർ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ബംഗാളിലെ അവസ്ഥ കേരളത്തിലും CPM-നുണ്ടാകും. ധനരാജിനെ കൊലപ്പെടുത്തിയതും CPM ആണോ എന്ന സംശയമുണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. CPM-ന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അതാണ്. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയില്ല. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച MLA-ക്കെതിരായി പരാതി പറഞ്ഞ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. CPIM-ന്റെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. CPIM പോലൊരു പാർട്ടി ഇത്രമാത്രം നീചമായ, മ്ലേച്ഛമായ നിലപാടുള്ള ഒരു പാർട്ടിയാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് വീണ്ടും ബോധ്യമായി. കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അവർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന പാർട്ടി. NDP-യുമായുള്ള ഐക്യത്തിൽ നിന്ന് പിന്മാറി NSS. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NSS SNDP ഐക്യം പ്രായോഗികമല്ലെന്ന് NSS ഡയറക്ടർ ബോർഡ്. ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും.
കഴിഞ്ഞ ഏതാണ്ട് 9 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു ഐക്യ പ്രഖ്യാപനം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. ഇനി മുതൽ NSSുമായി യോജിച്ച് മുന്നോട്ട് പോകും, നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം. തൊട്ടു പിന്നാലെ ഈ ഐക്യ നീക്കം സ്ഥിരീകരിച്ചുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായരും രംഗത്ത് വന്നിരുന്നു. കാലത്തിന്റെ അനിവാര്യതയാണ് ഈ ഐക്യം എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത്. ഇക്കാര്യം ഡയറക്ടർ ബോർഡ് ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത ശേഷം ഐക്യകാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതായിരുന്നു അന്ന് സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ആ ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇന്ന് ചേർന്നത്. ഇന്ന് ചേർന്ന ആ ഡയറക്ടർ ബോർഡ് യോഗം NSS ഈ SNDPയുമായി സഹകരിക്കുന്നത് പൂർണ്ണമായും ആ ഐക്യ നീക്കത്തെ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ ഈ SNDPയുമായുള്ള ഐക്യം അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് NSSന്റെ നിലപാട്. അത് സമദൂരം എന്ന നിലപാടാണ് NSS കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം എന്നതാണ് നിലപാട്. പക്ഷേ ആ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കാൻ കഴിയില്ല എന്നുകൂടി ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം NSS പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിനുശേഷം NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും കൃത്യമായി തന്നെ പറഞ്ഞത് അത് തന്നെയാണ്, സമദൂരമാണ് NSSന്റെ നിലപാട്. അതുപോലെ തന്നെ ഈ ഐക്യത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഈ ഐക്യ നീക്കത്തിന്റെ അല്ലെങ്കിൽ ഒരു നീക്കത്തിന്റെ ഭാഗം എന്നുള്ളതാണ് NSSന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ SNDP ഒരു കൂടുതൽ ചർച്ചകൾക്കായി NDAയുടെ ഭാഗമായിരിക്കുന്ന ഈ തുഷാർ വെള്ളാപ്പള്ളിയെ NSS ആസ്ഥാനത്തേക്ക് വിടാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം. ഏതായാലും വലിയ ചർച്ചയായ ഒരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് നാളിന് ശേഷം SNDPയും NSSും ഐക്യത്തിലേക്ക് എത്തുന്നു. ഒരേ സ്വരത്തിൽ രണ്ടുപേരും പ്രതിപക്ഷ നേതാവ് VD സതീശനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്നു. അങ്ങനെ ഒരേ വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ച ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ NSSുമായി അല്ലെങ്കിൽ SNDPയുമായി ഒരു ഐക്യത്തിനില്ല എന്നുള്ള കാര്യം ഇപ്പോൾ NSS തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ചില കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും സമദൂര നിലപാട് എന്ന് NSS പറയുമ്പോഴും എപ്പോഴും കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDFനൊക്കെ അനുകൂലമായ ഒരു നിലപാട് പലപ്പോഴും അവർ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ SNDPയുമായി ചേരുന്നത് അത് തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ NSSന്റെ ഉള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു. ഏതായാലും SNDPയുമായി ഒരു ഐക്യത്തിന് നിലവിലെ രീതി തുടരും. അതിനപ്പുറത്തേക്ക് ഒരു ഐക്യമായി മുന്നോട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിൽ നിന്നിപ്പോൾ NSS പിൻവാങ്ങിയിരിക്കുകയാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ NSS SNDP ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമായതോടെയാണ് NSS പിന്മാറിയതെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഐക്യം വേണ്ടെന്ന പ്രമേയം താൻ തന്നെയാണ് ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഐക്യവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കായി NDA മുന്നണി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിൽ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാണെന്നും BJP നേതാവ് ഐക്യ നീക്കത്തിന്റെ ദൂതനാകേണ്ടതില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വ്യക്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് NSSന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന വിലയിരുത്തലിലാണ് ഐക്യ നീക്കം ഉപേക്ഷിക്കാൻ സംഘടന തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യത്തിനില്ലെന്ന NSS തീരുമാനത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞത്. തീരുമാനം NSS ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർക്ക് എന്ത് തീരുമാനവും എടുക്കാം, അതിൽ അഭിപ്രായം പറയാനില്ലെന്നും VD സതീശൻ പറഞ്ഞു. SNDP യോഗം എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് SNDPക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്നാണ്. SNDPക്ക് അംഗീകാരം കിട്ടുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവും. ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഉൾപ്പെടെ
പത്മ പുരസ്കാരങ്ങൾ കിട്ടിയ എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു, അല്ലേ? എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു. നമ്മൾ ചെറിയ മനസ്സുള്ളവരാകാൻ പാടില്ല, നമ്മൾ വലിയ മനസ്സുള്ളവരാണ്, നമ്മൾ അഭിനന്ദിക്കുന്നു. SNDPയുമായി ഐക്യം വേണ്ടെന്ന NSS നിലപാട് അറിഞ്ഞത് മാധ്യമത്തിലൂടെയെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇക്കാര്യത്തിലുള്ള വിലയിരുത്തൽ പിന്നീട് നടത്തും. തങ്ങൾ ആരും RSS നേതൃത്വത്തെ അങ്ങോട്ട് പോയി കണ്ടിട്ടില്ല. കേരളത്തിന്റെ മനസാക്ഷി എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് സമുദായിക സംഘടനകൾ. NSSനെയും SNDPയും കോൺഗ്രസുമായി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാഷ്ട്രീയ നീക്കത്തോടെയാണ് ഐക്യ നീക്കം എന്ന് മനസ്സിലാക്കിയതോടെയാണ് NSS പിന്മാറിയതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. NSS ഒരു കാലത്തും വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സമദൂര നിലപാടെന്ന ആശയമാണ് NSSനുള്ളത്. SNDPയും ഒരു കാലത്ത് സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് വ്യതിയാനം വന്നെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. NSS എന്നും സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സംഘടനയാണ്. SNDP അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ചില വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് ചർച്ചയായത്. SNDP ആയാലും NSS ആയാലും ഒക്കെ സ്വന്തം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മതേതര കാഴ്ചപ്പാടോടുകൂടി മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുത്ത് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ വിഷയങ്ങളെയും കണ്ടുപോയ ചരിത്രമാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ ചില സംഘടനകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ചില വ്യതിയാനം വന്നു. പക്ഷേ NSS എന്നും ഒരേ കാഴ്ചപ്പാട് എടുത്തു പോയ ഒരു സംഘടനയാണ്. മലപ്പുറം തൃക്കൈക്കുത്ത് NSS കരയോഗത്തിൽ വീണ്ടും പുറത്താക്കൽ നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 2 പേരെയാണ് പുറത്താക്കിയത്. പോക്കാട്ട് സ്വദേശികളായ ശ്രീനിവാസൻ, ശിവശങ്കരൻ എന്നിവരെയാണ് പുറത്താക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരയോഗ അംഗമായ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിച്ചു എന്ന് കാണിച്ചാണ് പുറത്താക്കൽ നടപടി. പുറത്താക്കുന്നതിന് മുന്നോടിയായി തങ്ങളോട് വിശദീകരണം തേടുകയോ നോട്ടീസ് നൽകുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്താക്കപ്പെട്ടവർ പറയുന്നത്. വിശദീകരണം തേടാതെ പുറത്താക്കിയതിൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നിവർ അറിയിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന്റെ തൃക്കൈക്കുത്ത് കരയോഗത്തിൽ നിന്നും ഞങ്ങളെ പുറത്താക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുന്നേ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിന്റെ മേൽഘടകത്തിക്ക് പരാതി കൊടുക്കുമെന്നും ആ പരാതി മേൽഘടകത്തിന് കൊടുക്കുകയും എന്നാൽ അതിന് വ്യക്തമായൊരു മറുപടി ഞങ്ങൾക്ക് തരാതിരിക്കുകയും ചെയ്തു. അതിന് അന്വേഷണത്തിൽ അതായത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു സന്ദേശം എന്താ വെച്ചാൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാം എന്നാണ്. എന്നാൽ ഇന്ന് വരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൃക്കൈക്കുത്ത് NSS കരയോഗത്തിലെ ചില അംഗങ്ങൾ ഞങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പല പ്രാവശ്യം താക്കീത് തന്നു എന്നും അതിനുശേഷമാണ് പുറത്താക്കിയത് എന്നും ചില അംഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഞങ്ങൾക്ക് താക്കീത് തന്നിരുന്നു എങ്കിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയോ മറ്റു അനുബന്ധ രേഖകളോ ഇവർക്ക് ഹാജരാക്കാൻ കഴിയും. അത് ഇല്ല. അപ്പോൾ ഇത് കള്ളത്തരമാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, ജില്ലാ സെക്രട്ടറി ജിതിൻ നൈനാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യ തലസ്ഥാനത്തും സംസ്ഥാനങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പരേഡ് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും പ്രതിഫലനമായി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രമർപ്പിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വായുസേനാ മേധാവി AP സിംഗ് എന്നിവരും ആദരമർപ്പിച്ചു. യുദ്ധസ്മാരകത്തിലെ ഡിജിറ്റൽ ഡയറിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം എഴുതിയതിനു ശേഷം മോദി കർത്തവ്യപഥിലെത്തി. Moments like today, relive, recount and recognize the past. Words of reverence, words of gratitude. Powerful feelings have always answered the call to fight for freedom. രാഷ്ട്രപതി ഭവനിൽ നിന്ന്
പരമ്പരാഗതമായി കുതിരവണ്ടിയായ ബഗ്ഗിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിലെത്തി. ഈ വർഷത്തെ വിശിഷ്ടാതിഥികളായ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും രാഷ്ട്രപതിക്കൊപ്പം ബഗ്ഗിയിലുണ്ടായിരുന്നു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല എന്നിവരാണ് ഇത്തവണത്തെ വിശിഷ്ടാതിഥികൾ. കർത്തവ്യപഥിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാഷ്ട്രപതി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച 105 mm ലൈറ്റ് ഫീൽഡ് ഗൺസ് എന്ന പീരങ്കി സംവിധാനം ഉപയോഗിച്ച് 21 വെടിയുണ്ടകൾ ഉപയോഗിച്ചും സല്യൂട്ട് ചെയ്തു. രാജ്യത്തിന്റെ സൈനിക കരുത്ത് വിളിച്ചോതിയ പരേഡിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച പ്രധാന ആയുധ സംവിധാനങ്ങളുടെ മാതൃകകളും പ്രദർശിപ്പിച്ചിരുന്നു. ബ്രഹ്മോസ്, ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ എന്നിവയും പ്രദർശിപ്പിച്ചു. പുതുതായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും ശക്തിമൻ റെജിമെന്റും സാൻസ്കാർ കുതിരകളും ബാക്ടീരിയൻ ഒട്ടകങ്ങളും ആദ്യമായി പരേഡിൽ പങ്കെടുത്തു. Going past a saluting base. India's air defense architecture, the Akash weapon system, Akash, India's first indigenously developed surface-to-air missile system. वसुधैव कुटुंबकम की भावना को ब्लैक काइट्स, शिकारी पक्षी, रैप्टर, ग्लेशियर, ATV और സംസ്ഥാനങ്ങളെയും വിവിധ വകുപ്പുകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് 30ഓളം നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന്റെ ഭാഗമായി. വന്ദേ ഭാരതത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു ഇക്കുറി റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. ഡിജിറ്റൽ സാക്ഷരതയും കൊച്ചി വാട്ടർ മെട്രോ സർവീസും പ്രമേയങ്ങളാക്കിയുള്ളതായിരുന്നു കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഫ്ലൈ പാസോടെയാണ് കർത്തവ്യപഥിലെ ആഘോഷങ്ങൾ അവസാനിച്ചത്. സുഖോയ്, റഫാൽ യുദ്ധവിമാനങ്ങളടക്കം 29 വിമാനങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. is a special operation heavy lift transport aircraft of the Indian Air Force. Flying majestically up over the skies will be Group Captain Akshay Kumar Raja and the Sukhoi 30 MKI of the Indian Air Force. And now you can see Bajrang formation. Bajrang led by Group Captain Arun Kumar. And the aircraft 29-ാം തീയതി വിജയ് ചൌക്കിൽ നടക്കുന്ന ബീറ്റിംഗ് റീട്രീറ്റോടുകൂടിയാണ് ഈ വർഷങ്ങൾക്ക് അവസാനമാവുക. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,915 രൂപ, പവന് 1,19,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. വെള്ളി ഗ്രാമിന് 345 രൂപ, കിലോയ്ക്ക് 3,45,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി, 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. It's okay.
അത് ശരി. കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ബാക്ക് പാക്കർ ധ്രുവല്ലത്. പോയി നോക്കാം. ഹായ് സർ, വി ആർ ബിഗ് ഫാൻ ഓഫ് യുവർ വ്ലോഗ്സ്. കേരളത്തെ പറ്റിയുള്ള പഴയ വീഡിയോസ് എല്ലാം നല്ല രസമാണ്. Oh, that's great to hear. Sit. Thank you sir. Thank you sir. What excites you to come here so many times? It's a place that pulls you back again and again. रुको, तुम्हें कुछ दिखाता हूँ. इन रास्तों को देखो. ये तो मुफ्त में रोलर कोस्टर राइड जैसा था, पर मंजिल कम से कम सफर के काबिल तो था. Yes, you asked what excites me to be in Kerala. This time something very specific amazed me. This time the journey was the destination. Smooth roads, happy rides. It feels like the entire state has become more connected, more accessible. It's not just a change, it's a transformation. That's the real story of Kerala. It was lovely meeting you both. Yes, sir. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Anashura Jewelers, the queen of lightweights. Adur, Kochi and Kollam. Zep Solar, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited. First NABH accredited hospital in Trichure. Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu. Kairali Agriculture Multi-State Cooperative Society Limited. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. വിഷയം ഫ്യൂച്ചറാണ്. വരൂ, കാണൂ, കേൾക്കൂ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്.
വാർത്തകൾ തുടർന്നു. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വിപുലമായി നടന്നു. തലസ്ഥാനത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ വിഭാഗങ്ങൾ അണിനിരന്ന പരേഡ് അദ്ദേഹം പരിശോധിക്കുകയും അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം മുന്നിലാണെന്നും ഗവർണർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 100% പോളിംഗ് ഉണ്ടാകണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തു. കേരളത്തിൽ നിന്നും പത്മ പുരസ്കാരം ലഭിച്ചവരുടെ പേരെടുത്ത് ഗവർണർ അഭിനന്ദിച്ചു. VS അച്യുതാനന്ദനെ പത്മവിഭൂഷൺ നൽകി ആദരിച്ച സർക്കാരിന് നന്ദിയെന്നും VS രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പാരമ്പര്യം തീർത്തുവെന്നും ഗവർണർ പറഞ്ഞു. I am very happy that yesterday Government of India has declared Padma Awards. I congratulate all the Padma awardees in the country, but I am more happy that our people in the state, our leaders who have contributed to different aspects, different fields in the state, Shri VS Achyutanandan, who was earlier Chief Minister of our state and who has created a political legacy, not only political field but in the social field also, and he has been awarded the highest civil award, that is Padma Vibhushanam. I am very much grateful to the Government of India for this honor done to us. VS അച്യുതാനന്ദന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPM നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മകൻ അരുൺകുമാർ. അച്ഛന് പത്മവിഭൂഷൺ അംഗീകാരം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. ഈ വലിയ അംഗീകാരത്തിൽ കുടുംബത്തിന് ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവരും അറിയണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹമെന്നും അരുൺകുമാർ പറഞ്ഞു. VSന് ലഭിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും കുടുംബം സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്നാൽ പുരസ്കാരം ഔദ്യോഗികമായി സ്വീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയുമായി കൂടി ആലോചിച്ച ശേഷമേ അന്തിമ നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്നും അരുൺകുമാർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. VSന്റെ കുടുംബം അവാർഡിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർട്ടിയും കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ബഹുമതി എന്ന രീതിയിൽ വ്യത്യസ്ത തുറകളിലുള്ള മഹത് വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രഗത്ഭമതികളായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്കും ഈ വിശിഷ്ട ബഹുമതി നൽകുന്നതാണ്. ഇപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവിടെ സഖാവ് VSന്റെ പ്രശ്നത്തിൽ VS ഇപ്പോൾ ജീവിച്ചിരിക്കും. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. VSന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളതിന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കണ്ണൂരിൽ കൊലവിളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള യുവജന റാലിയാണ് കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത്. കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചു മിനുക്കി വെച്ചിട്ടുണ്ടെന്നാണ് മുദ്രാവാക്യം ഉയർത്തിയത്. ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിയത്. 2014 കൊല്ലപ്പെട്ട RSS പ്രവർത്തകനാണ് കതിരൂർ മനോജ്. മനോജിനെ കൊലപ്പെടുത്തിയതിൽ പങ്കില്ലെന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഈ കൊലപാതകം ഏറ്റെടുക്കുന്ന തരത്തിലാണ് മുദ്രാവാക്യം. ഓർമ്മയില്ലേ മനോജിനെ, ഓർമ്മയില്ലേ മനോജിനെ, ഓർമ്മയില്ലേ മനോജിനെ, ഓർമ്മയില്ലേ മനോജിനെ. തിരൂരുള്ളൊരു വേട്ടപ്പാട്ട്, തിരൂരുള്ളൊരു വേട്ടപ്പാട്ട്, തിരൂരുള്ളൊരു വേട്ടപ്പാട്ട്, തിരൂരുള്ളൊരു വേട്ടപ്പാട്ട്. അവനെ കൊത്തിയ പൊന്നരിവാള്, അവനെ കൊത്തിയ പൊന്നരിവാള്, കൊത്തിയ പൊന്നരിവാള്.
വയനാട് കൽപ്പറ്റയിൽ 16-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായത് കൽപ്പറ്റ സ്വദേശി നാഫിൻ. കൽപ്പറ്റ ആശുപത്രി പരിസരത്ത് നിന്നാണ് നാഫിനെ പിടികൂടിയത്. ഇന്നലെ പ്രായപൂർത്തിയാകാത്ത 2 പേരെ കൂടി പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ഇരട്ടപ്പേര് വിളിച്ചെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും ആരോപിച്ച് കുട്ടിയെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഫോൺ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. മുഖത്തും തലയ്ക്കും പുറത്തും വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. താൻ പാണക്കാട് കുടുംബത്തെയും ബാഫഖി തങ്ങളെയും അധിക്ഷേപിച്ചു എന്നത് വാസ്തവവിരുദ്ധമായ കാര്യമാണെന്ന് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, തന്നെ ആരും ശാസിച്ചിട്ടില്ല, വിശദീകരണം തേടിയിട്ടുമില്ല. മലപ്പുറം എടവണ്ണപ്പാറയിലെ പ്രസംഗം മുഴുവൻ കേൾക്കണം. പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. തനിക്കെതിരെ പ്രസംഗിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തിന് മറുപടിയില്ലെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഞാൻ പൈതൃകം എന്ന വിഷയം സംസാരിച്ചിരുന്നു. അത് ചാനലിൽ വളരെ വ്യക്തമാണ്. എൻ്റെ പ്രസംഗം വളരെ വ്യക്തമാണ്. ഞാൻ ഒരു തങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ല. ബാഫഖി തങ്ങളെ ആക്ഷേപിച്ചു, മറ്റ് തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ചാനൽ കാണാത്തവരാണ്. ബാഫഖി തങ്ങൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹിൻ്റെ വലിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തുറന്നു നോക്കിയാൽ അറിയാം. എന്നിട്ട് ബാഫഖി തങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കളവാണല്ലോ. ഒന്നും അറിയാതെ കാര്യം എന്തെങ്കിലും പറയാമെന്നല്ലേ ഉള്ളൂ. നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫഖി തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഞാൻ അവരെ ആക്ഷേപിച്ച് ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരും മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ തുറന്നു നോക്കി നിങ്ങൾക്കും അറിയാം. കോഴിക്കോട് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിനെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ ഒത്തുതീർപ്പ്. ലീഗ് പ്രവർത്തകൻ അസ്ലം ക്ഷമ ചോദിച്ച സാഹചര്യത്തിൽ നൽകിയ പരാതി പിൻവലിച്ചതായി MLA പറഞ്ഞു. തിരുത്താനുള്ള സന്മനസ് അസ്ലം കാണിച്ചു. തെറ്റ് പറ്റിയാൽ തിരുത്തുകയാണ് വേണ്ടത്. ഇതോടെ ഈ വിഷയം അവസാനിച്ചെന്നും ലിൻഡോ ജോസഫ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിനെതിരെ ലീഗ് അനുഭാവിയായ അസ്ലം മുഹമ്മദ് അധിക്ഷേപ പരാമർശം നടത്തിയത്. ലിൻഡോ ജോസഫിന്റെ ശാരീരിക പരിമിതികളെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പരാമർശം. ഫേസ്ബുക്കിലിട്ട ഒരു കമന്റിലൂടെയായിരുന്നു അധിക്ഷേപം. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം പറഞ്ഞ് അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അദ്ദേഹം അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കുറേ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ ആളുകൾ ഇത് ഫേക്കാണ്, അങ്ങനെ ആളെയില്ല, MLAക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് CPMലേക്ക് ശശി തരൂർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവാദം. ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസ് നേതൃത്വവുമായി ഇണങ്ങിയും പിണങ്ങിയും പോകുന്ന ശശി തരൂർ വീണ്ടും ചർച്ചയായി മാറുകയാണ്. ഇത്തവണത്തെ പിണക്കം അല്പം ഗൗരവമുള്ളതാണ്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ ശശി തരൂരിന് അർഹമായ പരിഗണന കിട്ടിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ആ പരാതി കൃത്യമായും ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തുകയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് ചില നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൽക്കാലം ശശി തരൂരിനെ പിണക്കണ്ട എന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും ഉള്ളത്. ഹൈക്കമാൻഡ് ഇടപെട്ട് ശശി തരൂരുമായി ചർച്ചയ്ക്കുള്ള വഴിയൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഹൈക്കമാൻഡുമായി ശശി തരൂർ ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. തരൂർ കോൺഗ്രസ് വിട്ട് CPIMലേക്ക് എന്നുള്ളൊരു വാർത്ത. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പിച്ച ഒരു വാർത്ത ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. അതാണ് മറ്റൊരു സത്യം. ശശി തരൂരിനെ അനുകൂലിക്കുന്ന, ശശി തരൂരിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ശശി തരൂരിൻ്റെ ഓഫീസിലുള്ള ആളുകളൊക്കെ പറയുന്നത് കോൺഗ്രസുമായി പിണക്കത്തിലാണ്. സാധാരണ ഉണ്ടാകാറുള്ള, സാധാരണ രീതിയിൽ സംഭവിക്കാറുള്ള പിണക്കത്തിൽ നിന്നൊക്കെ വലിയ തരത്തിലുള്ള പിണക്കത്തിലാണ് തരൂർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ പിണക്കം ആദ്യം പരിഹരിക്കാൻ തയ്യാറെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും തരൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതിനുള്ള നീക്കങ്ങൾ
ആരംഭിച്ച സമയത്ത് തന്നെയാണ് ഇപ്പോൾ CPIM-ലേക്ക് എന്നുള്ള വാർത്തകൾ കൂടി പരക്കുന്നത്. ദുബായിലുള്ള ഒരു വ്യവസായി വഴിയാണ് ശശി തരൂരിനെ CPIM-ലേക്ക് കൊണ്ടുപോകാൻ CPIM നേതൃത്വം ഒരു നീക്കം നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുമായി കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ദുബായ് കേന്ദ്രീകരിച്ച ഒരു സാഹിത്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശശി തരൂർ ദുബായിലെത്തിയിരുന്നു, ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു, ഹോട്ടൽ മുറിയിൽ അദ്ദേഹം തങ്ങിയിരുന്നു. പക്ഷേ ഈ CPIM-ന്റെ സഹായിയായ അല്ലെങ്കിൽ സഹയാത്രികനായ അല്ലെങ്കിൽ CPIM-ന് വിശ്വസിക്കുന്ന ആ വ്യവസായി തരൂരിനെ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. കാരണം തരൂർ വിദേശത്തെത്തുമ്പോഴേക്കും സാധാരണഗതിയിൽ അദ്ദേഹത്തെ കാണാൻ നിരവധിയായ ആളുകൾ എത്താറുണ്ട്, പൗരപ്രമുഖർ എത്താറുണ്ട്, ഒപ്പം കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്ന പതിവുണ്ട്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയാണോ അതോ അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തരൂരിൻ്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചയാണോ ദുബായിൽ നടന്നത്? ഇതിനൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരികയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സാധാരണ ഉണ്ടാകാറുള്ള പിണക്കത്തിൽ നിന്നും വലിയ തരത്തിലുള്ള പിണക്കത്തിലാണ് തരൂരെന്ന് കോൺഗ്രസിൻ്റെ അകത്തുള്ള ആളുകളും പറയുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ശശി തരൂരുമായി അടുത്ത സൗഹൃദമുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂരുമായി സംസാരിച്ചെങ്കിലും മറുപടി മൗനമായിരുന്നു, ഒന്നും പറയുന്നില്ല. തരൂരിനറിയാം ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് തൻ്റെ കൂടി അല്ലെങ്കിൽ തനിക്ക് കൂടിയുള്ള ഒരു നിലനിൽപ്പ് കൂടി നോക്കിയിട്ട് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് തരൂർ ഒരിക്കലും പോവുകയുമില്ല. വളരെ ആലോചിച്ച് മാത്രമായിരിക്കും തരൂരിൻ്റെ നീക്കം. പല പ്രാവശ്യവും തരൂർ BJP-യിലേക്ക് പോകും, അല്ലെങ്കിൽ BJP-യിൽ അംഗത്വം എടുക്കും, BJP പിന്തുണയോടെ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ പല സമയങ്ങളിൽ വന്നിരുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തരൂർ നിയമസഭയിലേക്ക് BJP-യുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഒരു അശരീരി പോലെ വന്നു പോയ ചരിത്രവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. തരൂർ നല്ല പിണക്കത്തിലായതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. നിലവിലിപ്പോൾ തരൂരുമായി സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ തന്നെയാണ്. ഹൈക്കമാൻഡിലെ മുതിർന്ന അംഗങ്ങൾ തന്നെയാണ് തരൂരിനെ നേരിൽ കണ്ട വിഷയങ്ങൾ സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ആ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി CPIM-ലേക്ക് പോകാനുള്ള ചർച്ചയും കൂടി നടക്കുമോ എന്നുള്ള കാര്യത്തിനും ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇതുവരെയായും തരൂർ ക്യാമ്പുകളിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ശക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിനോട് സ്നേഹമുള്ള, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് തിരുവനന്തപുരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വലിയ തരത്തിൽ BJP മുന്നേറ്റം പല സ്ഥലങ്ങളിൽ നടക്കുമ്പോഴും തരൂരിന് സാധ്യതയുള്ള, തരൂരിനോട് താല്പര്യമുള്ള ആളുകൾ താമസിക്കുന്ന മേഖലകൾ എത്തുമ്പോഴേക്കും, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൻ്റെ തീരദേശ മേഖലകളിലൊക്കെ എത്തുമ്പോഴേക്കും തരൂരിന് നിർണായകമായ ഭൂരിപക്ഷം കിട്ടുന്നു, വിജയിക്കുന്നു. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള ഒരു പിൻബലം തരൂരിന് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും തരൂരിന് വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുമെന്നുള്ളത് കോൺഗ്രസിനും അറിയാം. അതുകൊണ്ട് തന്നെ തൽക്കാലം തരൂരിനെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരുടെ നീക്കം. എന്നാൽ അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, യാതൊരു കാരണവശാലും തരൂർ എന്തു പറഞ്ഞാലും BJP-യെ പിന്തുണച്ച് പല ആവർത്തി അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കന്മാർ മാത്രമാണ് തരൂരിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ പിണക്കം അല്പം കാഠിന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചില നേതാക്കന്മാർ നേരിട്ട് തന്നെ തരൂരിനെ കാണും, അതിനുശേഷം ചർച്ചകൾ നടത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തരൂർ താമസിയാതെ തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരമാണ് അവസാനം ലഭിക്കുന്നത്. ഡൽഹിയിൽ വെച്ച് കൃത്യമായി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നീക്കം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും ഒരു പക്ഷേ തരൂർ കോൺഗ്രസ് വിട്ട് CPIM-ലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ CPIM നേതാക്കന്മാർക്കും ഉണ്ട്.
ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് 15 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും പിടികൂടിയിരിക്കുന്നു. കുലശേഖരപുരം സ്വദേശിയായ അനസിന്റെ വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. പിസ്റ്റളും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനസിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം കുലശേഖരപുരത്തു നിന്നാണ് 15 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുലശേഖരപുരം സ്വദേശിയായ അനസിന്റെ വീട്ടിൽ നിന്നാണ് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 15 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അനസിന്റെ വീട്ടിൽ നിന്ന് പിസ്റ്റളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അനസിനായി എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 15 ഗ്രാം MDMAയും അതുപോലെ തന്നെ 1.5 കിലോ കഞ്ചാവുമാണ് അനസിന്റെ വീട്ടിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തിരിക്കുന്നത്. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു മയക്കുമരുന്ന് വേട്ട ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അനസിന്റെ വീട്ടിൽ നിന്ന് പിസ്റ്റളും കണ്ടെത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. അനസിനായി എന്തായാലും എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. കരാർ സംബന്ധിച്ച ചർച്ചകളടക്കം പൂർത്തിയായിരിക്കുകയാണ്. നിയമപരമായ പരിശോധിച്ച ശേഷമാകും കരാറിൽ ഒപ്പിടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നടപടികൾ പൂർത്തിയാകാൻ 6 മാസമാണ് സമയമുണ്ടാവുക. കരാർ മികച്ച സാമ്പത്തിക സംയോജനത്തിന് സഹായമാകുമെന്നാണ് വാണിജ്യ സെക്രട്ടറി അടക്കം പറയുന്നത്. എന്നാലും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കരാർ സംബന്ധിച്ച ചർച്ചകളടക്കം പൂർത്തിയായിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും എന്തായാലും കരാറിൽ ഒപ്പിടുക. കരാർ മികച്ച സാമ്പത്തിക സംയോജനത്തിന് സഹായമാകുമെന്നാണ് വാണിജ്യ സെക്രട്ടറി അടക്കം പറയുന്നത്. എന്തായാലും ഏറെ നാളുകൾക്കൊടുവിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. കരാർ സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം കരാറിൽ ഒപ്പിടാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നടപടികളെല്ലാം പൂർത്തിയാകാൻ 6 മാസത്തെ സമയമാണ് ഉണ്ടാവുക. കരാർ മികച്ച സാമ്പത്തിക സംയോജനത്തിന് സഹായകമാകുമെന്നാണ് വാണിജ്യ സെക്രട്ടറി അടക്കം പറയുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെയാണ് പ്രഖ്യാപനം നാളെ ഉണ്ടാവുക. ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 6 മാസങ്ങൾക്കകം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈയൊരു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുന്നതോടെ കരാറിൽ ഒപ്പിടുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട്. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്.
താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. വാർത്തയിലേക്കാണ്. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിത്വം തള്ളാതെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളുടെ ഏകോപന ചുമതലയാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. മഞ്ചേശ്വരത്തും കാസർഗോഡും ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ഈ 2 മണ്ഡലങ്ങളിലും ബാക്കി 3 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, 10-20 വർഷമായിട്ട് ഈ 2 മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്ത് വരികയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ 2 മണ്ഡലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ. ഇടുക്കിയിൽ ഇടതു മുന്നണിയിൽ CPIക്കുള്ള ഏക സീറ്റാണ് പീരുമേട് നിയോജക മണ്ഡലം. MLA ആയിരുന്ന വാഴൂർ സോമൻ അന്തരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ അടക്കം 4 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മുന്നണി ധാരണ പ്രകാരം പീരുമേട് മണ്ഡലം CPIക്ക് നൽകിയതിനു ശേഷം ഒരു തവണ മാത്രമാണ് ഇവിടെ UDFന് വിജയിക്കാനായത്. 1967 മുതൽ പരിശോധിച്ചാൽ പീരുമേട് മണ്ഡലത്തിൽ UDFന് 2 തവണ മാത്രമാണ് വിജയിക്കാനായത്. 1977 മുതൽ CPIയുടെ ഏക മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട്. 2 തവണ CA കുര്യനും 3 തവണ ES ബിജിമോളും ഏറ്റവും ഒടുവിൽ വാഴൂർ സോമനും വിജയക്കൊടി നാട്ടിയ ഇടതുകോട്ട. കടുത്ത മത്സരം നടക്കുമ്പോൾ പോലും നേരിയ ഭൂരിപക്ഷത്തിലും പീരുമേട് ഇടതിനൊപ്പം നിന്നു. ES ബിജിമോൾ 2016 വിജയിച്ചത് 395 വോട്ടുകൾക്ക് മാത്രം. ഇതിനുശേഷം വാഴൂർ സോമൻ മണ്ഡലം നിലനിർത്തിയത് 1835 വോട്ടുകൾക്കാണ്. ആകസ്മികമായ വാഴൂർ വിട പറഞ്ഞതിനു ശേഷം എത്തുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിനും പ്രസക്തിയേറുന്നു. പ്രധാനമായും ഇവിടെ 4 പേരുകൾ ഉയരുന്നുണ്ട്. ആദ്യ പേര് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാറിൻ്റെതാണ്. എന്നാൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കുറച്ചുപേർക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വാഴൂർ സോമന്റെ മക്കളിലൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാന പേര് ES ബിജിമോളുടേതാണ്. 3 തവണ മണ്ഡലം ഇടതിനൊപ്പം നിലനിർത്തുകയും പീരുമേടിനെ അടുത്തറിയാവുന്ന ആളെന്ന നിലയിലും ബിജിമോളുടെ പേരും ഉയരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചതും ബിജിമോൾ തന്നെ. മറ്റൊരു പേര് ട്രേഡ് യൂണിയൻ നേതാവായ ജോസ് ഫിലിപ്പിന്റേതാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നേതാക്കളുടെ പേരുകൾ ഉയരുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികൂലവും അനുകൂലവുമായ നിലപാടുകൾ ഉയരുമ്പോൾ പീരുമേട് മണ്ഡലം ഇടതുകോട്ടയായി നിലനിർത്താൻ ഈ 4 പേരിൽ ആരാകുമെന്ന ആകാംക്ഷയിലാണ് പീരുമേട്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. CPI നേതാവ് MM മണിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരിച്ച് CPM വിട്ട് BJPയിൽ ചേർന്ന ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു MM മണിയുടെ പരാമർശം. MM മണി ഇനിയും പറയും, എപ്പോൾ വേണമെങ്കിലും പറയും. ഇത് അദ്ദേഹത്തിന്റെ അവകാശം. പക്ഷേ പേടിക്കണോ വേണ്ടയോ എന്നത് എന്റെ അവകാശമാണെന്ന് S. രാജേന്ദ്രൻ പറഞ്ഞു. മണി പ്രസംഗിച്ചതിനോടുള്ള പ്രതികരണം എനിക്കിപ്പോൾ നിലവിലില്ല. അദ്ദേഹം ഇനിയും പറയാം, എപ്പോൾ വേണേലും പറയാം. നേരത്തെ വെടിവെക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ ഓർക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടൊന്നും അതിപ്പം അദ്ദേഹത്തിന്റെ അവകാശം, വെടിവെക്കാം, അല്ലെ പിന്നെ കൈയും കാലും ഓടിക്കാം, അല്ലെ തല്ലിക്കൊള്ളാം, എന്തും വേണേലും ചെയ്യാം.
അത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പേടിക്കണോ വേണ്ടിയോ എന്നുള്ളത് എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടക്കത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഇതേ സ്വരങ്ങൾ പല സ്ഥലത്തിരുന്ന് വന്നപ്പോഴും നമ്മൾ അതിനെയൊന്നും ഭയന്നിട്ടില്ല, പേടിച്ചിട്ടുമില്ല. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 16-കാരൻ എത്തിപ്പെട്ടത് ലഹരി സംഘത്തിന്റെ വലയിലാണ്. എന്നാൽ പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ തന്ത്രപൂർവ്വമായ അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ ലഹരി സംഘത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. റിയാസ് KMR തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ലഹരി സംഘങ്ങൾക്കിടയിൽ നിന്നാണ് 16-കാരനെ പോലീസും ഡൻസാഫും ചേർന്ന് മോചിപ്പിക്കുന്നത്. ഈ 16-കാരനെ ഇക്കഴിഞ്ഞ 23-നാണ് കാണാതാകുന്നത്. വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് ഈ 16-കാരൻ. അന്നേ ദിവസം വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു കുട്ടി. പിന്നീട് ഈ കുട്ടി ചിൽഡ്രൻസ് ഹോമിലേക്ക് തിരിച്ചെത്തിയില്ല. ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പിന്നീട് ചിൽഡ്രൻസ് ഹോം അധികൃതർ ചേവായൂർ പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചേവായൂർ പോലീസും ഡാൻസാഫും ചേർന്ന് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് കുട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ലഹരി സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് ഡാൻസാഫും പോലീസും എത്തി കുട്ടിയെ മോചിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ CWC മുൻപാകെ ഹാജരാക്കി വെള്ളിമാടുകുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് തന്നെ മാറ്റും. കുട്ടിയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷിംജിതയ്ക്കെതിരെ ജനരോക്ഷം ഉണ്ടാക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. കേസിൽ ഷിംജിത നൽകിയ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി നാളെ പരിഗണിക്കും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഷിംജിത മുസ്തഫയ്ക്കെതിരെ വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമായ പ്രതിഷേധം അവർക്കെതിരെ ഉയരുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. മാത്രമല്ല, ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്ത അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ ഷിംജിതയ്ക്കെതിരെ ജനരോഷമുണ്ടാകുമെന്നും ഒപ്പം തന്നെ ഒരുപക്ഷെ ജനങ്ങൾ കയ്യേറ്റം ചെയ്തേക്കാം എന്നൊരു ഭയം കണക്കിലെടുത്തുകൊണ്ടാണ്, അവരുടെ സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ടാണ് നേരിട്ട് അവരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം. അവരുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കി പിന്നീട് കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയായിരുന്നു. വഴിയിൽ വെച്ചാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്റ്റേഷനിൽ എത്തിച്ചിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ ഉണ്ടാകുന്ന ജനരോഷം അല്ലെങ്കിൽ ജനങ്ങൾ കയ്യേറ്റം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പോലീസ് ശ്രമിച്ചത്. ഇതേ സാഹചര്യം തന്നെ ഒരുപക്ഷെ ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാമെന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതിനിടെ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാളെ ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് ഷിംജിതയ്ക്ക് അനുകൂലമായി വിധി വരികയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിന് ഇനി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഈ ജാമ്യത്തെ സ്വാഭാവികമായും പ്രോസിക്യൂഷനും പോലീസും എതിർക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല, ഷിംജിതയ്ക്കെതിരെ ഈ ദീപകിന്റെ ബന്ധുക്കൾ ഹണി ട്രാപ്പിനുൾപ്പെടെ നേരത്തെ ഇവർ ഹണി ട്രാപ്പിന് സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി വസ്തുതാപരമാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. കാരണം ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു വ്യക്തി നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു ആരോപണം മാത്രമാണോ, അല്ല അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഷിംജിതയുടെയും ദീപകിൻ്റെയും ഫോൺ പരിശോധിച്ച് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അത് കേവലം ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമായി ആ പരാതി നിലനിൽക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഷിംജിതയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. പിന്നീടായിരിക്കും ഇവരെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുക. എന്തായാലും ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി തന്നെ എതിർക്കും. നാളെ ജാമ്യാപേക്ഷ കോഴിക്കോട് കുന്നമംഗലം കോടതി പരിഗണിക്കുകയും ചെയ്യും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. രാജ്യാന്തര താരങ്ങളും ഒപ്പം പ്രശസ്തരുമായ ജിമ്മി ജോർജ്, ഏഷ്യൻ ഗെയിംസ് താരങ്ങളായ ടോം ജോസഫ്, ഉദയകുമാർ തുടങ്ങി നിരവധി താരങ്ങൾക്ക് അവസരം നൽകിയ കോഴഞ്ചേരി ഈസ്റ്റ് ജനത സ്പോർട്സ് ക്ലബ് ആൻഡ് പബ്ലിക് ലൈബ്രറി 85 വർഷം പിന്നിടുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു.
കായിക മേഖലയ്ക്ക് ഒട്ടേറെ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച അതിൽ പ്രധാനമായി ഇടം പിടിച്ചിട്ടുള്ളതാണ് കേരളം. അങ്ങനെ നീന്തലാകട്ടെ, വോളിബോൾ ആകട്ടെ, ഓട്ടമാകട്ടെ, അങ്ങനെ അത്ലറ്റിക്സ് ആകട്ടെ, അങ്ങനെ സമസ്ത മേഖലകളിലും കേരളത്തിന് അതിൻ്റെതായ ഒരു പാരമ്പര്യവും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി ഈസ്റ്റ് മൗണ്ട് സിയോൺ നഗർ എന്ന് വിളിപ്പേരുള്ള ജനത വോളിബോൾ കോർട്ടിലാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലേറെയായി ഒട്ടേറെ രാജ്യാന്തര താരങ്ങൾ, പ്രത്യേകിച്ച് അന്തരിച്ച ലോകപ്രശസ്ത ജിമ്മി ജോർജ്, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ്, നേരത്തെ ഏഷ്യാഡ് എന്ന് അറിയപ്പെടുന്ന ആ വോളിബോൾ മത്സരത്തിൽ ഉദയകുമാർ, സിറിൽ സി വെള്ളൂർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ഒട്ടേറെ താരങ്ങൾ ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓർമ്മകൾ ആദ്യമായിട്ട് നമ്മളോട് അയവിറക്കുന്നത് ഇതിൻ്റെ ഈ ജനതാ ക്ലബിന്റെ ഭാരവാഹിയായിട്ടുള്ള ബാബുവാണ്. എങ്ങനെയാണ് ഇതിന്റെ ഓർമ്മകൾ, ഈ സ്റ്റേഡിയം വരാനുണ്ടായ കാര്യങ്ങളും വോളിബോളും, പ്രത്യേകിച്ച് കോഴഞ്ചേരി എന്ന് പറഞ്ഞാൽ വോളിബോളിന്റെ ഒരു ഈറ്റില്ലം കൂടിയാണ് സംസ്ഥാനത്തെ? ഇതിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാല് ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് ഒത്തിരി ഉള്ളത്. ആ ഓർമ്മയാണ് എന്നെ മുമ്പോട്ട് നടത്തുന്നത്. അതായത് 1951 കോഴഞ്ചേരി വോളിബോൾ ടീം ട്രാവൻകൂർ സ്റ്റേറ്റ് ചാമ്പ്യൻപെട്ട കരസ്ഥമാക്കി. അന്നൊന്നും ഞങ്ങൾ ജനിച്ചിട്ടില്ല. അപ്പോൾ കോഴഞ്ചേരിക്ക് അത്രയ്ക്ക് വലിയ പ്രൗഢിയായിരുന്നു. ട്രാവൻകൂർ പോലീസിനെയാണ് തോൽപ്പിക്കുന്നത്. അതിന് പിന്തുടർച്ചയായിട്ട് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഭയങ്കര ടീമുണ്ടായി, ഉദയകുമാർ സഹിതം, ജോൺ മാത്യു സഹിതം. ജനതാ ക്ലബ്ബ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ഇവിടെ സർവീസസ് വോളിബോൾ താരം കടങ്ങാൽ മത്തായക്കുട്ടി എന്ന ആള് ജനതാ ക്ലബിന് രൂപം കൊടുത്തു. ആദ്യം ഒരു മൈതാനത്തായിരുന്നു, പ്രൈവറ്റ് മൈതാനത്തായിരുന്നു. വലിയ പ്രാധാന്യത്തിന്റെ ഗ്രൗണ്ടിൽ 45 വർഷത്തോളം കളി നടത്തി. അപ്പൊ അതിനുശേഷം സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി കളി നടത്തിയിട്ട് ലാഭത്തിൽ നിന്നും ഉണ്ടാക്കിയതാണ് ഈ ജനതാ മിനി സ്റ്റേഡിയം. അപ്പോ ഈ ജനതാ സ്റ്റേഡിയങ്ങളിൽ മേളത്തെ ജനതാ ആദ്യത്തെ കോർട്ടിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഭരതൻ, പപ്പൻ, അതുപോലെ തന്നെ കുഞ്ഞിനെടുക്കള, ആനമണി ബേബി തുടങ്ങിയ ആളുകളെല്ലാം ആദ്യത്തെ കോർട്ടിൽ കളിച്ചിട്ടുണ്ട്. ഈ കോർട്ടിൽ ടോം ജോസഫ്, ഷിജാസ് തുടങ്ങിയ ആളുകളെല്ലാം ഈ കോർട്ടിൽ കളിച്ചു. മേളത്തെ ഞങ്ങളുടെ ജനതാ ക്ലബിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് 2 ഇന്ത്യൻ താരങ്ങളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. ജോൺസൺ ജേക്കബ്, ഇന്റർനാഷണൽ താരം, ജോൺ മാത്യു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മദ്രാസ്, 2 ഇന്ത്യൻ താരങ്ങളും ധാരാളം യൂണിവേഴ്സിറ്റി താരങ്ങൾ ജനതാ ക്ലബിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയേറെ കോഴഞ്ചേരിക്കുള്ള പോലെ തന്നെ കോഴഞ്ചേരി ഈസ്റ്റിലെ ജനതാ ക്ലബിനും വോളിബോൾ വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന ആഗ്രഹത്തിന് അടുത്ത തലമുറക്കാര് ഈ വോളിബോളിന്റെ ഈ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയതും ഈ സ്റ്റേഡിയം ഇവിടെ നിർമ്മിച്ചതും. ഇതിന്റെ ഭാഗമായി ടൂർണമെന്റുകൾ 1972-73 തുടങ്ങിയ ടൂർണമെന്റാണ്. 50 വർഷം കഴിഞ്ഞു. പക്ഷേ ഇടക്കാലങ്ങളിൽ ടൂർണമെന്റ് നിന്നിട്ടുള്ളതുകൊണ്ട് 26ാമത്തെ വർഷമായിട്ട് ടൂർണമെന്റ് മാറിയത്. അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞേനെ. അപ്പോൾ ഈ തുടക്കകാലം തൊട്ടേ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നോടൊപ്പം ഉള്ള ആളുകൾ, അന്നുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്. തോമസ് റീസൊക്കെ ഉണ്ട്, MA കുഞ്ഞിനുണ്ട്. അങ്ങനെ 2-3 പേരൊക്കെ ഇവിടെ പ്രായമുള്ള ആളുകൾ. മറ്റുള്ള പുതിയ ജനറേഷൻ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പുതിയ ഒരു തലമുറക്കാരെ വോളിബോൾ രംഗത്ത്, പ്രത്യേകിച്ച് കായിക രംഗത്തേക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ പോകുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മൊബൈലിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്ന അലക്ഷ്യമായിട്ട് കിടക്കുന്ന ചെറുപ്പക്കാർ, അവരെ എല്ലാം കായിക രംഗത്ത് കൊണ്ടുവരാനുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടൂർണമെന്റും കാര്യങ്ങൾ നടത്തുന്നത്. അതിൽ ആവേശം കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാർ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഡെയിലി ടൂർണമെന്റ് കഴിഞ്ഞാലും ഡെയിലി 10 കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് മുടങ്ങിയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഇൻഡോർ സ്റ്റേഡിയം ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം വോളിബോൾ ഇൻഡോർ ഗെയിമാണല്ലോ. മഴ വന്നാലും വെയിൽ വന്നാലും കളിക്കാൻ പ്രയാസമാണ്. അതിനുവേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞ് എന്തായാലും ഇൻഡോർ സ്റ്റേഡിയം ആക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഓർമ്മയിലെ ഏതൊക്കെ താരങ്ങളുടെ മത്സരങ്ങളൊക്കെ നേരിട്ട് കാണാനുള്ള അവസരം, പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്, 50 വർഷത്തെ പാരമ്പര്യമായിട്ടുള്ളതാണ്. ആദ്യത്തെ പറഞ്ഞാല് ഞാൻ പറഞ്ഞ കോഴഞ്ചേരിയില് ജനതാ ക്ലബിന്റെ ആ തുടക്കകാലത്ത് കോഴഞ്ചേരിയിൽ നിന്ന് കോഴഞ്ചേരി ആനമുടി ബേബി, കുഞ്ഞിനെടുക്കള, പുലിവൽ ബേബി ആശാൻ, ഇവരുടെ നേതൃത്വത്തിലാണ് കോഴഞ്ചേരി ടീം കുഞ്ഞിൽ മീശ സഹിതം ട്രിവാൻഡ്രത്തിൽ നിന്ന് കരസ്ഥമാക്കുന്നത്. അതിനുശേഷമാണ് കോഴഞ്ചേരിയിൽ അതിനോട് ചേർന്ന് തന്നെ കോഴഞ്ചേരിയിൽ ഈ കളി ഇവിടെ വരുന്നത്. അപ്പോൾ കോഴഞ്ചേരിയിലെ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരം ഉണ്ടായത് കോഴഞ്ചേരി വൈസ്മാൻ നടത്തിയ, അന്ന് കേരളത്തിൽ 2 വൈസ്മാൻ ഓൾ ഇന്ത്യ ടൂർണമെന്റ് ഉള്ളൂ, പാലായിലും കോഴഞ്ചേരിയിലും, 64 മുതൽ 71 വരെ. ആ ടൂർണമെന്റിൽ പഞ്ചാബിലെ നിപ്പി ബൽവന്ത്, നിപ്പി എന്ന് പറഞ്ഞാൽ IPS കാരനാണ്. അയാൾ ആദ്യം അർജുനാട് വാങ്ങിച്ച മനുഷ്യനാണ്. അയാൾ കോഴഞ്ചേരി വന്ന് കളിച്ചാണ് പഞ്ചാബിന് വേണ്ടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും കോഴഞ്ചേരി വൈസ്മാൻ ഇന്റർനാഷണൽ ഓൾ ഇന്ത്യ ടൂർണമെന്റ് കോഴഞ്ചേരി നടത്തി. അപ്പൊ അത് കണ്ടാണ് ഞങ്ങളൊക്കെ കൂടുതൽ ആവേശം കൊണ്ടത്. കാരണം ആ ആവേശം കടന്നു വന്ന ഒത്തിരി നല്ല കളിക്കാർ കോഴഞ്ചേരിയിലുണ്ടായി. അതിനുശേഷം 71 ആ ടൂർണമെന്റ് നിന്നു. 73 തൊട്ട് ജനതാ ക്ലബ് ടൂർണമെന്റ് തുടങ്ങി ലോക്കലായിട്ട്. അത് പിന്നെ ലോക്കലായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ വന്നത്. ഇപ്പോൾ കോഴഞ്ചേരിയിലെ ഈസ്റ്റിലെ ടൂർണമെന്റിൽ മെടുത്ത പ്രാർത്ഥനയുടെ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടത്തിയിട്ടുള്ളത്.
അവിടെ ഈ കേരളത്തിലെ പ്രമുഖ കളിക്കാരെല്ലാം വന്ന് കളിച്ചിട്ടുണ്ട്. ജിമ്മി ജോർജ് കേരള ടീമുമായിട്ട് അവിടെ വന്ന് കളിച്ചു ഈ മേളത്തെ ഞങ്ങളുടെ ആദ്യത്തെ കോർട്ടിൽ. ഇവിടെ ടോം ജോസഫ് അടക്കം വന്ന് ഈ കോർട്ടിൽ വന്ന് കളിച്ചു. 28-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോമോൻ പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. എവിടൊക്കെയുള്ള ടീമുകളൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ടീമിന് കേരളത്തിൽ തന്നെ ഇപ്പോൾ വളരെ ദൗർബല്യമുണ്ട്. KSAB പോലീസുമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റ് ഇന്റർ കോളേജ് ലെവലിൽ വിജയിച്ചിട്ടുള്ള ടീമുകളാണ് വരുന്നത്. തേവര കോളേജും സായിയുമായിട്ടാണ് ആദ്യത്തെ മത്സരം ഉദ്ദേശിക്കുന്നത്. ഇന്ന് വൈകിട്ടത്തേക്ക് ഫൈനൽ ഫിക്ചർ ആകത്തുള്ളൂ. എങ്ങനെയാണ് ട്രോഫി ആണോ ക്യാഷ് ട്രോഫിയെ പറ്റി പറയാം. ട്രോഫി നമ്മുടെ പുരുഷ വിഭാഗത്തിൽ പിന്നെ മത്തായിക്കുട്ടി മെമ്മോറിയൽ, കിടങ്ങാൽ മത്തായിക്കുട്ടി മെമ്മോറിയൽ വോളിബോൾ ട്രോഫി കൊടുക്കും. റണ്ണേഴ്സിന് മുൻ ഇന്ത്യൻ താരം കുഞ്ഞിനെടുക്കള മെമ്മോറിയൽ, കല്ലിങ്കത്ര PM മാത്യു മെമ്മോറിയൽ ട്രോഫി പുരുഷ വിഭാഗത്തിൽ. വനിതാ വിഭാഗത്തിൽ കൊടുക്കുന്നത് പിന്നെ പൊയ്യാൽ ജീവൻ മെമ്മോറിയൽ ട്രോഫി വിന്നേഴ്സിന്. റണ്ണേഴ്സിന് എടുത്തുന്ന കിഴക്കയിൽ ബോബി മെമ്മോറിയൽ ട്രോഫി. ഇതാണ് ട്രോഫിയുടെ വിതരണത്തിന്റെ. പുതിയ തലമുറയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ പുതിയ തലമുറ പലപ്പോഴും ഈ കായിക മേഖലയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരം ടൂർണമെന്റുകൾ ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമമാണ്. നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് ഇത്തരം ടൂർണമെന്റ്. അതുകൊണ്ട് തന്നെ ടൂർണമെന്റുകളെല്ലാം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ പുതിയ തലമുറ ഇതിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം എഫോർട്ട് ഇട്ടുകൊണ്ട് ബാബുച്ചാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൂർണമെന്റിലൂടെ പുതിയ നിരവധി ആൾക്കാരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ കളിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തൊക്കെയാണ് ജനതാ ക്ലബിന്റെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രവർത്തനം? 85 വർഷത്തിലധികമായി ജനതാ ക്ലബ്ബ് രൂപം കൊണ്ടിട്ട് ഇത്രയധികം പാരമ്പര്യമുള്ള ക്ലബ്ബുകൾ വളരെ ചുരുക്കമാണ്. അന്ന് മുതൽ തന്നെ തികഞ്ഞ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് ആയതുകൊണ്ടാണ് ഇത്ര നാളും ഇത് പ്രവർത്തിക്കാൻ സാധിച്ചത്. ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പൈസ കൃത്യമായിട്ടത് കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ ടൂർണമെന്റ് കഴിയുമ്പോൾ തന്നെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നു. അതിന്റെ ബാലൻസ് പൈസ ഉള്ളത് ഈ കായിക മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലബ്ബുകൾക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. ലൈബ്രറി കൗൺസിലിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ജനതാ ക്ലബിന്റെ ഫസ്റ്റ് കേരള അസോസിയേഷൻ 66-67 അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് കൊല്ലം ജില്ലയിൽ ഉള്ള ഏറ്റവും ശക്തിയായ ക്ലബ്ബാണ് ജനതാ ക്ലബ്ബ്. അതായത് ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നത് പ്രഗത്ഭ വോളിബോൾ താരമായ ജീവൻ പുയ്യാലിലാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷണമാണ് ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തത് ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈബ്രറി കൗൺസിൽ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മെമ്പർഷിപ്പ് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈബ്രറി ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് വായനയിൽ നിന്ന് നമ്മുടെ തലമുറ മാറി നിൽക്കുമ്പോൾ അതും തിരികെ കൊണ്ടുവരാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും നിരവധി ആക്ടിവിറ്റികൾ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, മുതിർന്നവർക്കൊക്കെ വേണ്ടിയുള്ള നിരവധി പ്രോഗ്രാമുകൾ ജനതയുടെ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്താറുണ്ട്. നമുക്ക് ഒരു 4 സെന്റ് സ്ഥലം, അവിടെ ബിൽഡിങ്ങും എല്ലാം സ്വന്തമായിട്ടുണ്ട്. ഇതും നമ്മുടെ സ്വന്തമാണ് ഈ സ്റ്റേഡിയം. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ചേർന്നിട്ടുള്ള എൻ്റെ ഗ്രാമം എൻ്റെ സ്റ്റേഡിയം എന്ന് പറഞ്ഞുള്ള ഒരു പദ്ധതി വരുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് യാഥാർത്ഥ്യമാക്കാൻ? ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, കോഴഞ്ചേരിയുടെ വോളിബോളിന്റെ ഈറ്റല്ലമാണ് കോഴഞ്ചേരി. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് കോഴഞ്ചേരി ഈസ്റ്റ് ജനതാ സ്പോർട്സ് ക്ലബ്ബും ലൈബ്രറിയുമാണ്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ടൂർണമെന്റ് നടത്തിക്കൊണ്ട് വോളിബോളിനെ മറക്കാതെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന ഒരു പ്രൊജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം ആവശ്യമാണ്, ഒരു ഇൻഡോർ സ്റ്റേഡിയം ആവശ്യമാണെന്ന് കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴഞ്ചേരി ജനതാ സ്പോർട്സ് ക്ലബിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണിത്. അപ്പോൾ ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം ആക്കണം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് സാമ്പത്തികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ബാബുച്ചാന്റെ നേതൃത്വത്തിൽ നമ്മൾ ആന്റണിക്കൊക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇൻഡോർ സ്റ്റേഡിയം ആക്കണം, ഗവൺമെന്റ് സഹായമില്ലാതെ ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഒട്ടേറെ രാജ്യാന്തര താരങ്ങളെയൊക്കെ വളർത്തിയെടുക്കുകയും അവർക്കൊക്കെ വേദി ഒരുക്കിയിട്ടുള്ള ജനതാ ക്ലബ്ബ്, കോഴഞ്ചേരി ജനതാ ക്ലബ്ബ് വീണ്ടും ഒരു തുടർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണയാണ് അവരെ ആഗ്രഹിക്കുന്നത്. അവർ വീണ്ടും വരും വർഷങ്ങളിൽ മത്സരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അതിന്റെ സംഘാടക ഭാരവാഹികളൊക്കെ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം.
The moment a girl becomes a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adu, Kochi and Kollam. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. Every drop makes you want more. Mr. Made Mazza from Skazan India. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബാക്ക് പാക്കർ ധ്രുവല്ലത്. പോയി നോക്കാം. Hi sir, we are big fan of your vlogs. കേരളത്തെ പറ്റിയുള്ള പഴയ വീഡിയോസ് എല്ലാം നല്ല രസമാണ്. Oh, that's great to hear. Sit. Thank you sir. Thank you sir. What excites you to come here so many times? It's a place that pulls you back again and again. रुको, तुम्हें कुछ दिखाता हूँ. इन रास्तों को देखो. ये तो मुफ्त में रोलर कोस्टर राइड जैसा था, पर मंजिल कम से कम सफर के काबिल तो था. Yes, you asked what excites me to be in Kerala. This time something very specific amazed me. This time the journey was the destination. Smooth roads, happy rides. It feels like the entire state has become more connected, more accessible. It's not just a change, it's a transformation. That's the real story of Kerala. It was lovely meeting you both. Yes sir. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ആലപ്പുഴ മാന്നാർ കുരട്ടിക്കാട് ശ്രീ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ ഉത്രിട്ടാതി മഹോത്സവത്തോടനുബന്ധിച്ച് മഞ്ഞൾ നീരാട്ട് നടന്നു. ചക്കളത്തകാവ് ദേവീക്ഷേത്രം ട്രസ്റ്റി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി. തുടർന്ന് മഞ്ഞൾ സമർപ്പണം ക്ഷേത്രാചാര്യൻ പളനി ആചാരി നിർവഹിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ നെഞ്ചേറ്റാനും യുവതലമുറ സന്നദ്ധമാകണമെന്ന് ISM ഏലത്തൂർ ഈസ്റ്റ് മണ്ഡലം സംഘടിപ്പിച്ച യുവജാഗ്രതാ സംഗമം ആഹ്വാനം ചെയ്തു. പരിപാടി നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീഷ ഷൈജു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് പതാക ഉയർത്തി. ജനപ്രതിനിധികൾ, കളരി വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അവളിടം യുവതി ക്ലബ്ബ്, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് BJP നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേറ്റു. ആശുപത്രിക്ക് സമീപം പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പ്രവർത്തകർ നീക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷജീറിനും കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിക്കുമാണ് പരിക്കേറ്റത്. മലയാള
സാഹിത്യത്തിലെ ഇതിഹാസ കൃതിയായ ഖസാക്കിന്റെ ഇതിഹാസത്തിനും രചയിതാവ് OV വിജയനും ആദരമർപ്പിച്ച് ബർഫി ആപ്പ്. ബർഫി ആപ്പിന്റെ പുതിയ മലയാള ഫോണ്ട് പ്രകാശനം ചെയ്തു. പാലക്കാടൻ ഗ്രാമത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ഫോണ്ടിന് തസ്രാക്ക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എഴുത്തുകാർക്കും സോഷ്യൽ മീഡിയ ക്രിയേറ്റർമാർക്കും അവരുടെ ചിന്തകളും ആശയങ്ങളും ഡിജിറ്റൽ ഇടങ്ങളിൽ മനോഹരമായി ആവിഷ്കരിക്കാൻ തസ്രാക്ക് ഫോണ്ടിലൂടെ കഴിയും. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ പ്രശസ്ത കാലിഗ്രഫി ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി, പ്രമുഖ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ വിദഗ്ധൻ ഫേവർ ഫ്രാൻസിസ്, പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജമാൽ കൊച്ചാങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിൽ തസ്രാക്ക് ഫോണ്ട് പ്രകാശനം ചെയ്തു. പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ പട ഖസാക്കിലേക്ക് വന്നു. എഴുത്തുകാർക്കും പോസ്റ്റർ നിർമ്മാണത്തിനും അനുയോജ്യമായ ടൈപ്പോഗ്രഫി ശൈലിയാണ് തസ്രാക്ക് ഫോണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുക എന്നതാണ് ബർഫി ആപ്പിന്റെ ലക്ഷ്യമെന്ന് സ്ഥാപകൻ ഇംതിയാസ് പെരുവൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കോട്ടയം പാമ്പാടി ഇല്ലിവളവിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ജീവനൊടുക്കി. വെള്ളൂർ സ്വദേശി ബിന്ദുവിനെയാണ് ഭർത്താവ് സുധാകരൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഓട്ടോ ഓടിക്കാൻ പോയ മകൻ തിരിച്ചു വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തിരുവനന്തപുരം പേയാട് യുവതിയെ രണ്ടാം ഭർത്താവ് മർദ്ദിച്ചു കൊലപ്പെടുത്തി. ചിലപ്പാറ സ്വദേശി വിദ്യാചന്ദ്രനാണ് മരിച്ചത്. ഭർത്താവ് അരുവിപ്പുറം സ്വദേശി രതീഷിനെ വെളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയോടെയാണ് യുവതിക്ക് മർദ്ദനമേറ്റത്. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുമ്പോൾ വിദ്യാചന്ദ്രൻ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. യുവതിയെ രതീഷ് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ സമാനമായ പരാതി പോലീസിന് ലഭിച്ചിരുന്നു. നടനും തമിഴക വെற்றிക്കഴകം സ്ഥാപകനുമായ വിജയെ രൂക്ഷമായി വിമർശിച്ച് AIDMK IT വിങ്. വിജയ് AIDMKയും DMKയും അഴിമതി പാർട്ടിയെന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് വിമർശനം. കരിഞ്ചന്തയിൽ ടിക്കറ്റുകൾ വിറ്റ് അനധികൃതമായി പണം സമ്പാദിച്ച വലിയ അഴിമതിക്കാരനാണ് വിജയ് എന്ന് AIDMK പറഞ്ഞു. അണ്ണാ DMK BJPയുടെ അടിമയാണെന്നും ആരുമായും സഖ്യത്തിനില്ലെന്നും വിജയ് ഇന്നലെ പറഞ്ഞിരുന്നു. തന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിനായി വിജയ് രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിൽ കൈകൂപ്പി നിന്നിട്ടില്ലേ എന്നും അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് അനധികൃത സ്വാധീനം ഉപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നത് അഴിമതിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം കരൂരിൽ നടന്ന വിജയുടെ റാലിയിൽ 41 പേർ മരിച്ച സംഭവത്തിൽ വിജയ്ക്ക് പങ്കില്ലേ എന്നും AIDMK ചോദിച്ചു. കണ്ണീർ തുടയ്ക്കാൻ കരൂരിൽ പോകാതെ ഗ്ലിസറിൻ കണ്ണീരോടെ കുറ്റബോധമില്ലാതെ ആ സംഭവത്തെ പോലും സ്വയം പ്രമോഷനായി ഉപയോഗിച്ച ഈ അഹങ്കാരപരമായ പെരുമാറ്റം രാഷ്ട്രീയത്തിൽ അപകടകരമായ സൂചനയാണെന്നും അണ്ണാ DMK വിമർശിച്ചു. ജമ്മുവിലെ സാംബയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം നുഴഞ്ഞുകയറ്റക്കാരനെ സൈന്യം വധിച്ചു. അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വ്യക്തിയെ BSF ആണ് വധിച്ചത്. സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച വ്യക്തിയെ വധിച്ചത്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിച്ചയാളെ BSF വധിക്കുകയായിരുന്നു. നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. രാജസ്ഥാനിലെ നഗൌർ ജില്ലയിലെ കൃഷിയിടത്തിൽ നിന്ന് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നഗൌർ ജില്ലയിലെ ഹർസൌ ഗ്രാമത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തിൽ 187 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 9550 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെത്തി. ഇതിനു പുറമെ 9 കാർട്ടൺ ഡിനേറ്റുകളും ഫ്യൂസ് വയറുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സുലൈമാൻ ഖാൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് മൃദുൽ കശ്വ പറഞ്ഞു.
മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച് മരിച്ചവരുടെ എണ്ണം 28 ഉയർന്നു. കഴിഞ്ഞ മാസം ഇൻഡോറിലെ ഭഗരീത്പൂരിലാണ് മലിനജലം കുടിച്ചതിനെ തുടർന്ന് കുട്ടികളടക്കം മരിച്ച സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. നർമ്മദ നദിയിൽ നിന്നുള്ള പ്രധാന കുടിവെള്ള പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായി കക്കൂസ് മാലിന്യം കലരുകയായിരുന്നു. നാളുകളിലായി ചികിത്സയിലായിരുന്ന 2 പേർ കൂടി കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചതോടെയാണ് മലിനജലം കുടിച്ചതിനെ തുടർന്നുള്ള മരണസംഖ്യ വീണ്ടും ഉയർന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതി സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതുവരെ 15 മരണങ്ങൾ മലിനജലവുമായി ബന്ധപ്പെട്ടതാണെന്ന് സർക്കാർ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. 21 പേരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും നൽകി. വ്യക്തിഗത അന്വേഷണങ്ങൾ പൂർത്തിയായ ശേഷം കൂടുതൽ കേസുകളിൽ നഷ്ടപരിഹാരം നൽകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഭഗരീത്പുരയ്ക്ക് പുറമെ മോവ, പാട്ടി ബസാർ മേഖലകളിലും മലിനജലം കുടിച്ചതിനെ തുടർന്ന് നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അസുഖം ബാധിച്ച താമസക്കാരെ ചികിത്സിക്കുന്നതിനായി 12 സർവേ സംഘങ്ങളെ വിന്യസിക്കുകയും 2 താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിക്കുകയും ചെയ്തതായും അധികൃതർ അറിയിച്ചു. അമേരിക്കയിൽ വിമാനം തകർന്നു വീണു. മെയിനിലെ ബംഗൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 8 യാത്രക്കാരുമായി പറന്നുയർന്ന ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനമാണ് തകർന്നു വീണത്. പറന്ന് ഉയർന്ന ഉടൻ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. വിമാനത്തിലുണ്ടായ യാത്രക്കാരെ കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. എല്ലാവരും കൊല്ലപ്പെട്ടെന്നാണ് സംശയം. കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അന്വേഷണം നടത്തുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അധികൃതരും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും വ്യക്തമാക്കി. തൃശൂർ മണ്ണൂത്തി ഒല്ലുകരയിൽ KSRTC ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിന്റെ ആഘാതത്തിൽ KSRTC ബസിന്റെ പിൻവശത്തെ ടയർ സെറ്റ് പൂർണ്ണമായി മൂരിത്തറച്ചു. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പരസ്പരം ഇടിച്ചതിനെ തുടർന്ന് കാർ യാത്രക്കാരന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ആറാലുമൂട്ടിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഴിഞ്ഞം ഡിപ്പോയിലെയും പാപ്പനംകോട് ഡിപ്പോയിലെയും ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇരു ബസ്സുകളിലുമായി 50-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഡ്രൈവർ അബി അലക്സിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു ഡ്രൈവർ അരുൺകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. എഴുകോൺ സ്വദേശി അഭിഷേക്, മൈലം സ്വദേശി സിദ്ധി വിനായക് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജീവൻ, സനൂപ് എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര കൊല്ലം റോഡിൽ താമരശ്ശേരി ജംഗ്ഷന് സമീപത്താണ് അപകടമുണ്ടായത്. എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ബൈക്കിന് തീപിടിച്ചു. ഒരാൾ പൊള്ളലേറ്റാണ് മരിച്ചത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,915 രൂപ, പവന് 1,19,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. വെള്ളി ഗ്രാമിന് 345 രൂപ, കിലോയ്ക്ക് 3,45,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.